സുലൈമാൻ സഖാഫിയോട് തന്നെ ചോദിച്ചു, അള്ളാഹിനോട് പ്രാർത്ഥിക്കലാണോ ഷെയ്ഖിനോട് പ്രാർത്ഥിക്കലാണോ അള്ളാഹ്ക്ക് കൂടുതൽ ഇഷ്ടം എന്നൊരു ചോദ്യം. അള്ളാഹിനോട് പ്രാർത്ഥിക്കലാണോ ഷെയ്ഖിനോട് പ്രാർത്ഥിക്കലാണോ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം? എന്താ സഖാഫി പറഞ്ഞത്? അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കുന്നത് അള്ളാഹ്ക്ക് അത് ഇഷ്ടമില്ല. വെറുതെ പറയല്ല, അതും കൂടി കേൾക്കുന്നത്. അള്ളാഹുവെ രക്ഷിക്കണേ, മൊയ്തീൻ ശൈഖിനെ രക്ഷിക്കണേ. ഇതിലേതാണ് അള്ളാഹ്ക്ക് ഇഷ്ടം, ഏറ്റവും ഇഷ്ടം? രണ്ടും അള്ളാഹ് ഭയങ്കര പൊരുത്തം. രണ്ടും അതുകൊണ്ടാണല്ലോ അല്ലാഹു തആല ഇന്നമാ വലിയുക്കുമുല്ലാഹു വറസൂലുഹു വല്ലദീന ആമനൂ പറഞ്ഞത്. എന്നോട് ചോദിക്കണോ എനിക്ക് ഇഷ്ടമാണ്, റസൂലിനോട് ചോദിക്കണോ ഇഷ്ടമാണ്, ഔലിയാക്കളോട് ചോദിക്കണോ എനിക്ക് ഇഷ്ടമാണ് എന്നാണ് പറയാൻ കാരണമാണല്ലോ. അപ്പോ ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന ഇഷ്ടമായതുകൊണ്ടാണ് അള്ളത് മൂന്നും പറഞ്ഞത്. അതേ സമയത്ത് മുജാഹിദിനെ ഈ പറയണ ഈ അള്ളാഹിനോട് മാത്രം ചോദിക്കുന്ന പരിപാടിയല്ല, അള്ളാഹ്ക്ക് ഏതാണ് ഇഷ്ടം. കാരണം അങ്ങനെയാണെങ്കിൽ പിന്നെ റസൂലുഹു വല്ലദീന ആമനൂ എന്ന് പറഞ്ഞ ആയത്തെന്താ ചെയ്യാ? അപ്പൊ ആ ആയത്തിന് അപ്പൊ ഖുർആൻ മുഴുവൻ സ്വീകരിക്കണോ? ഖുർആൻ മുഴുവൻ സ്വീകരിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ അള്ളാഹുവിനോടും ചോദിക്കണം, റസൂലിനോടും ചോദിക്കണം, ഔലിയാക്കളോടും ചോദിക്കണം. നേരത്തെ പറഞ്ഞ വിശദീകരണം ഇതിനോട് ചേർത്തി വായിക്കണം. അള്ളാഹിനോട് ചോദിക്കുന്ന ഒരു രൂപത്തിലാണ്, അമ്പിയാക്കൾ ഔലിയാക്കളോട് ചോദിക്കുന്ന വേറെ രൂപത്തിലാണ്. ചോദ്യകർത്താക്കൾ മൈക്ക് അവിടെ ഓഫ് ചെയ്യണം, അതുകൊണ്ടാണ് വിശദീകരിക്കുന്നത്. അപ്പോ അള്ളാഹുവിനോട് ചോദിക്കുന്ന ഒരർത്ഥത്തിലാണ്, അതുപോലെ റസൂലിനോടും ഔലിയാക്കളോടും ചോദിക്കുന്ന ഒരർത്ഥത്തിലാണ്. ആ വിശദീകരണം മറക്കാൻ പാടില്ല. ഏതായാലും ഖുർആൻ മുഴുവൻ സ്വീകരിക്കുന്നവരാണോ അവരെന്ത് ചെയ്യും? അവർ സുന്നിയുടെ മാതിരി അള്ളാഹിനോടും ചോദിക്കും, റസൂലിനോടും ചോദിക്കും, മൊയ്തീൻ ശൈഖിനോടും ചോദിക്കും, ഔലിയാക്കളോടും ചോദിക്കും. ഖുർആൻ കുറച്ച് ഒരു തുണ്ട് മാത്രം സ്വീകരിക്കുന്നവരാണോ ഒരു അള്ളാഹിനോട് മാത്രം ചോദിച്ചിട്ട് എന്ന ദീർഘമായ ഭാഗം അവര് അവഗണിക്കും. ഇങ്ങനെ ഖുർആൻ കുറച്ച് സ്വീകരിച്ച് കുറച്ച് മറച്ചു വെക്കുക എന്നത് ജൂതന്മാരുടെ സ്വഭാവമായിരുന്നു. ആ ജൂതന്മാരുടെ സ്വഭാവമാണ് വാസ്തവത്തിൽ മുജാഹിദുകളും ജമാഅത്തെ ഇസ്ലാമിക്കാരും സ്വീകരിച്ചിട്ടുള്ളത്. ജൂതന്മാരുടെയും അതുപോലെ തന്നെ ക്രിസ്ത്യാനികളുടെയും സ്വഭാവം സ്വീകരിക്കാൻ സുന്നികൾ തയ്യാറല്ലാത്തതുകൊണ്ട് അവർ മുഹീദ്ദീൻ ശൈഖിനോട് ചോദിക്കുന്നു, അതുപോലെ തന്നെ അള്ളാഹുവിനോട് ചോദിക്കുന്നു. അള്ളാഹുവിനോട് ചോദിക്കുന്നത് ഒരർത്ഥത്തിലാണ്, മുഹീദ്ദീൻ ശൈഖിനോട് ചോദിക്കുന്നത് ഒരർത്ഥത്തിലാണ്. രണ്ടും ഖുർആൻ പറഞ്ഞതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എന്റെ നാട്ടുകാർ ചോദിക്കാതെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഈ വാദം? അള്ളാഹുവോട് മാത്രം ചോദിക്കുന്നത് അള്ളാഹ്ക്ക് എന്തായാലും ഇഷ്ടല്ല. അള്ളാഹു അല്ലാത്ത ആളുകളോട് കൂടി ചോദിക്കലാണ് ഖുർആൻ പഠിപ്പിച്ചത് എന്ന് ഖുർആന്റെ പേരിൽ, പടച്ചതമ്പുരാന്റെ പേരിൽ കള്ളം പ്രചരിപ്പിക്കുകയാണ് ഈ സുലൈമാൻ സഖാഫി ചെയ്യുന്നത്. അയാൾക്കിത് ചെയ്യാം, കാരണം അയാൾ അതിലും വലിയ ചെയ്ത ഇത് സുലൈമാൻ സഖാഫി ഇറക്കിയ സുന്നത്തെ ജമാഅത്ത് എന്നൊരു പുസ്തകം, സുന്നത്തെ ജമാഅത്ത് എന്ന പേരിട്ട് കൊണ്ട് എല്ലാ വിധത്തും പ്രചരിപ്പിക്കുന്ന പുസ്തകമാണ് ഈ പുസ്തകം. ഈ പുസ്തകത്തില് സുലൈമാൻ സഖാഫി വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നിസായിലെ 64-ാമത്തെ ആയത്ത് മാറ്റിക്കൊണ്ടാണ് ഇതിന് കൊടുത്തത്. അഥവാ വലൗ അന്നഹും ഇദ്ദലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമാ എന്ന വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നിസായിലെ 64-ാമത്തെ ആയത്ത്, അതില് ഫസ്തഗ്ഫിറുല്ലാ എന്നത് ഫസ്തഗ്ഫിറുല്ലാ എന്നാക്കി മാറ്റി. അതോടൊപ്പം വസ്തഗ്ഫറ ലഹുമുർ റസൂലു എന്നത് റസൂലു എന്നുള്ളത് റസൂല എന്നുമാക്കി മാറ്റി. അള്ളാഹിന്റെ റസൂല് അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടണം എന്നത് റസൂല എന്നാക്കുകയും അർത്ഥം കൊടുക്കുകയും ചെയ്തു. നിശ്ചയം സ്വശരീരങ്ങളോട് അക്രമം കാണിച്ചവർ തങ്ങളെ സമീപിച്ച് അള്ളാഹുവോടും റസൂലിനോടും പാപമോചനം തേടിയാൽ തൗബ സ്വീകരിക്കുന്നവനായും കരുണ ചെയ്യുന്നവനായും അള്ളാഹുവിനെ അവർ എത്തിക്കും. അപ്പൊ അള്ളാഹിനോടും പാപമോചനം തേടണം, അള്ളാഹിന്റെ റസൂലിനോടും പാപമോചനം തേടണമെന്ന് ഇദ്ദേഹം പച്ചയായി കള്ളമെഴുതി വിട്ടു. 8ഓളം ഖുർആൻ പരിഭാഷകൾ സുന്നി പണ്ഡിതന്മാർ, തിരുവങ്ങാട് ഖാദിയെ പോലെയുള്ള ഇപ്പൊ കൊണ്ടുവന്ന ഡ്യൂപ്ലിക്കേറ്റ് ഖാദിയല്ല, തിരുവങ്ങാട് കഴിഞ്ഞ സമയത്തുണ്ടായിരുന്ന ഖാദി, ആ ഖാദി എഴുതിയ ഖുർആൻ പരിഭാഷ, അതുപോലെ കോഴിക്കോട് വലിയ ഖാദി സയ്യിദ് ശിഹാബുദ്ദീൻ ബിച്ചുകോയ തങ്ങൾ എഴുതിയ ഖുർആൻ പരിഭാഷ, KV മുഹമ്മദ് മുസ്ലിയാർ കൂറ്റാട് എഴുതിയ ഖുർആൻ പരിഭാഷ, TK അബ്ദുള്ള മുസ്ലിയാർ എഴുതിയ ഖുർആൻ പരിഭാഷ, KV മുഹമ്മദ് മുസ്ലിയാർ പന്താവൂർ എഴുതിയ ഖുർആൻ പരിഭാഷ, ഇങ്ങനെ തുടങ്ങുന്ന 8ഓളം ഖുർആൻ പരിഭാഷകൾ സുന്നി പണ്ഡിതന്മാരടക്കിയെങ്കിൽ
ആ പരിഭാഷകളിൽ ഏതിൽ നോക്കിയാലും ഈ അർത്ഥം കാണാൻ സാധ്യമല്ല. അതിലൊന്നുമില്ലാത്ത അർത്ഥം അയാളുടെ പുസ്തകത്തിന് 1 അല്ല 2 അല്ല 3 എഡിഷനുകളിൽ എഴുതിവിട്ട് ആയത്തും മാറ്റി അർത്ഥവും മാറ്റിയിട്ട് പ്രസിദ്ധീകരിച്ച ആളുകളാണ്. കഴിഞ്ഞുപോയ അബ്ദുൽ ബാരി മുസ്ലിയാരുടെ പേരിൽ നഗരി സ്ഥാപിച്ച് സ്റ്റേജ് കെട്ടി അവിടെ വന്ന് പറയാൻ ധൈര്യപ്പെടുന്നെങ്കിൽ അവരെ പറയുന്നത് ഇസ്ലാമല്ല എന്നേ നമുക്ക് സൂചിപ്പിക്കാനുള്ളൂ.